തെരഞ്ഞെടുപ്പിന് നേരത്തെ ഒരുങ്ങിയതും സ്ഥാനാർത്ഥി പട്ടിക ആദ്യം പ്രഖ്യാപിച്ചതും LDFന്റെ കെട്ടുറപ്പും ഐക്യവും രാഷ്ട്രീയ ഇച്ഛാശക്തിയും വ്യക്തമാക്കുന്ന ഒന്നാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MB ജയരാജൻ. LDF തളിപ്പറമ്പ് മണ്ഡലം സ്ഥാനാർത്ഥി PK ശ്യാമളയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്ന ചടങ്ങിൽ സംബന്ധിക്കാൻ ധർമ്മശാലയിലെത്തിയതായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ അംഗീകാരം നേടിയ വ്യക്തിയാണ് തളിപ്പറമ്പ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി PK ശ്യാമളയെന്നും MB ജയരാജൻ പറഞ്ഞു. വ്യക്തമായ വികസനക്ഷേമ കാഴ്ചപ്പാടുകൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് LDF തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. ഏത് മേഖലയിലായാലും സ്ഥാനതകളില്ലാത്ത വികസനമാണ് കേരളത്തിൽ LDF സർക്കാർ നടപ്പിലാക്കിയത്. അത് രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ഇടത് സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരും. തിരഞ്ഞെടുപ്പിന് നേരത്തെ ഒരുങ്ങിയതും സ്ഥാനാർത്ഥി പട്ടിക ആദ്യം പ്രഖ്യാപിച്ചതും LDFന്റെ കെട്ടുറപ്പും ഐക്യവും രാഷ്ട്രീയ ഇച്ഛാശക്തിയും വ്യക്തമാക്കുന്ന ഒന്നാണ്. തെരഞ്ഞെടുപ്പിന് ഒരു മാസം മുൻപ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് ഡൽഹിയിൽ പോയവർ പിണങ്ങി തിരിച്ചെത്തിയിരിക്കുകയാണ്. പിണങ്ങിയവരിൽ ഒരാൾ പൊട്ടിക്കരയുന്ന അവസ്ഥയുമായി. ഇതാണ് മുൻ കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ പറഞ്ഞ തമ്മിലടിക്കുന്ന കോൺഗ്രസ്. ആ കോൺഗ്രസിനെ കോൺഗ്രസുകാർ തന്നെ തിരസ്കരിക്കുമെന്നും MB ജയരാജൻ പറഞ്ഞു. LDFന്റെ കെട്ടുറപ്പും ഐക്യവും രാഷ്ട്രീയ ഇച്ഛാശക്തിയുമാണ് വ്യക്തമാക്കുന്നത്. ഞങ്ങളിത് ആ സ്ഥാനാർത്ഥികളെ ഒരു മാസം മുമ്പ് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞാൽ ഡൽഹി പോയി പിണങ്ങി പിരിഞ്ഞ കൂട്ടത്തിൽ ഒരാൾ ഇന്ന് പൊട്ടിക്കരയാനും തുടങ്ങി. ഇതാണ് UDFന്റെ നില. ഇത് തന്നെയാണ് നേരത്തെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായ മണിശങ്കർ അയ്യർ പറഞ്ഞ കോൺഗ്രസ്, തമ്മിലടിക്കുന്ന കോൺഗ്രസ്. ആ കോൺഗ്രസിനെ കോൺഗ്രസുകാർ തന്നെ തിരസ്കരിക്കും. LDFനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ രാഷ്ട്രീയ വികസന ക്ഷേമ കാഴ്ചപ്പാട് ജനങ്ങളുടെ അവതരിപ്പിച്ചിട്ടാണ് വോട്ടിൽ സമീപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് തളിപ്പറമ്പ് മണ്ഡലം LDF സ്ഥാനാർത്ഥി PK ശ്യാമളയും പ്രചരണ രംഗത്ത് സജീവമായത്. ആന്തൂർ നഗരസഭ ഓഫീസ് പരിസരത്തു നിന്നുമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമായത്. MB ജയരാജൻ PK ശ്യാമളയെ ഹാരമണിയിച്ചു. തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി K സന്തോഷും നൂറുകണക്കിന് പ്രവർത്തകരും പ്രചരണ ജാഥയിൽ അണിനിരന്നു. ജാഥ ധർമ്മശാല ജംഗ്ഷനിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.